അറിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകാമെന്നുള്ളതാണ്. ബാക്കി ഇവിടുത്തെ ഒരുക്കങ്ങൾ കാര്യങ്ങൾ അസീസ്ക പറയാം. പിന്നെ അതിനുശേഷം നമുക്ക് നാളെ ഒഫീഷ്യൽ പ്രോഗ്രാം ഉണ്ടല്ലോ മിനിസ്റ്ററിൻ്റെ, അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം. നമ്മൾ 2-3 സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അതിലേക്ക് കിടക്കാം. നാളത്തേക്കുള്ള അതിന് മുമ്പേ ഞാൻ ആദ്യം ഒരു താങ്ക്സ് ആണ് വയനാട് ജില്ലയോട്. കാരണം വെച്ചാൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഓപ്പണായിട്ട് പറയാം, ഇപ്പം എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അഡ്മിനിസ്ട്രേഷൻ എന്നിട്ടും പറഞ്ഞ് നമുക്ക് ബെസ്റ്റ് കുറിച്ചുമാണെന്ന് അറിയാത്ത നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല ആളെ നമ്മൾ മോണിക്ക് പോയി ചെക്ക് കൊടുക്കണോ. പക്ഷേ ബാക്കി വീട് പണിയുന്നതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്ക് ക്ഷണിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയത് നല്ലതാണ്. ഈ വരുന്നവർക്ക് ഒരു ഉത്തേജനം കിട്ടും. അല്ല ഞാൻ മൈസൂരിൽ 3 വർഷം അവിടെ ജോലി, ആ ജോലിയും പോയി. അത് കഴിഞ്ഞ് ഇവിടെ ആ ജോലി അവിടുന്ന് ഒഴിവാക്കി വേറെ ആളാക്കിയിട്ട് വന്നത്. 6 ദിവസം 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഓപ്പൺ ആക്കിയത് വെള്ളിയാഴ്ച ഓപ്പൺ ആക്കി. വെള്ളിയാഴ്ച സുബൈക്ക് ഇത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആക്കി. ഇടിയുടെ സൈഡാണ്. അപ്പോൾ നമ്മൾ ആധാരവും മറ്റേ പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ വെച്ചിരുന്നു കടയിൽ. അത് പോയി 38,000 ഉറുപ്പിക അതൊക്കെ പോയി. മൊത്തമായിട്ട് കൊണ്ട് കൊണ്ടുപോയി. ഒന്നുമില്ല നമ്മളടുത്ത്. വീട് നിൽക്കുന്ന സ്ഥലത്ത് സംസ്ഥാന പ്രസിഡന്റാണ്. വീട് നിൽക്കുന്ന സ്ഥലത്ത് പ്രശ്നമുണ്ടായി.
ചെക്ക് വാങ്ങിക്കുന്നവരോട് ഇല്ല കൊടുക്കും നമ്മുടെ ബാറ്ററിക്കാരാണ് ഇവിടെ ഫാക്ടറികൾ കുറിച്ച് പോയി കുറേ അതിൻ്റെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ തിരികെ നമ്മളൊരു 10 lakhs ചെക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ 2-3 കടകളും വീടുകളും പോയി 5 ലക്ഷം വെച്ച് കൊടുക്കുന്നത്. നമ്മളൊരു 10 പേരെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 2 പഠിപ്പും കാര്യങ്ങളൊക്കെ 2-3 പേരെ പഠിക്കാണ് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അതിനെല്ലാം സഹായം അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട് മുൻകാലത്ത്
പറഞ്ഞു പെട്ടെന്ന് വന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ബൈക്കിന്റെ കോഴിക്കോട് ജില്ലയിൽ നിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങി ഒരുപാട് സഹായ ഹസ്തങ്ങൾ നമ്മൾ ഭക്ഷണമായിട്ടും മറ്റുമൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഈ ആഘാതത്തിൽ നമുക്ക് എവിടെ ആളുകളൊന്നും കിട്ടാനില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ടാണ് എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു സന്തോഷത്തിന്റെ അതല്ലെങ്കിൽ ഒരു ആനന്ദത്തിന്റെ ബിസിനസ്സൊക്കെ ചെയ്ത് നമ്മൾ വല്ലാതെ ക്ഷീണിക്കുമ്പോൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ നമ്മൾ ചേക്കേറുന്ന ഒരു ഇടമായിരുന്നു. നമ്മെ എല്ലാവരെയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ തളർത്തിയിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും ഇതുകൊണ്ട് സഹകരിച്ച് വരികയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇതൊന്നും മതിയാവില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമവും ഒരു പ്രഖ്യാപനവും ബേക്ക് ഇവിടെ ആദ്യമായിട്ട് വാർത്തവമായി ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ എന്നും നമ്മോടൊപ്പം ഏത് രീതിക്കും നമ്മോടൊപ്പം സഹകരിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള ഊർജം പകർന്നു തരുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്റ്റേറ്റ് പ്രസിഡന്റ്, ബേക്കിന്റെ പ്രസിഡന്റ് കിരൺ എസ് പാലക്കലിനെ ഞാൻ ആർദ്രമായി ബേക്കിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള നമ്മുടെ IBFന്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശങ്കരേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശങ്കരേട്ടന്റെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. കൂടാതെ മക്ബൂൽ കെ ചെയർമാനായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മക്ബൂൽ കെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ബേക്കറിക്കാർക്ക് മാത്രമല്ല സമൂഹത്തിന് ഒന്നടങ്കം തണലായി താങ്ങായി നിൽക്കാൻ വേണ്ടി പ്രാപ്തരായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു പ്രഖ്യാപനവും അതേപോലെ നേരത്തെ മന്ത്രി അവർക്ക് നമ്മൾ നൽകിയ ചടങ്ങുകളൊക്കെ. എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് ഒരു ബേക്കറി യൂണിറ്റുകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ നമ്മൾ തുടങ്ങുന്നതെന്ന് നമുക്കറിയാം. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പേർക്ക് 3 പേർക്ക് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് തന്നെ ഈ സ്പോട്ടിൽ വെച്ച് തന്നെ നമ്മൾ സഹായഹസ്തം നീട്ടുകയാണ്. എന്തായാലും ഈ ഒരു വേദിക്ക് സ്വാഗതം ആശംസിക്കാൻ വേണ്ടി വന്യരായിട്ടുള്ള അബ്ദുൽ അസീസ് സാഹിബിനെ സെക്രട്ടറി വയനാട് ബേക്കിന്റെ സെക്രട്ടറി ആദരവ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് അവരൊക്കെ തന്നെ ആ സമയം മുതൽ നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ആ സമയത്ത് ഗ്രൂപ്പുകളിലൊക്കെ പരസ്പരം മീഡിയകളിലും എല്ലാം ഈ വിവരം പറഞ്ഞ് അങ്ങോട്ട് ഓടുന്നൊരു വിവരമായിട്ടുണ്ടായിരുന്നു. അവര് രാത്രി എല്ലാവരും അവിടെ ഒരു കാലമൊക്കെ അവിടെ വയനാട്ടിന്റെ വിവിധ ഭാഗത്തുനിന്നും അവിടെ എത്താനുള്ള ടൈം കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് നമ്മുടെ അസോസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നമ്മളെക്കാട്ടും എനർജിയിലേക്ക് നിന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ആദ്യമായിട്ട് ഇതിനോട് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താണ്. കാരണം ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് ഉദ്ദേശം ആക്യുറേറ്റ് അല്ല, ഉദ്ദേശം ഇപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ 50 ലക്ഷം
ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഒരു 2 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മൾ ഈ ഒരു ദുരന്തത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിതിൽ ഇന്ന് രാവിലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ ഇന്ന് മന്ത്രി റിയാസിലേക്ക് കൈമാറി. നമ്മുടെ സഹകരിച്ചു പോകുന്ന നമ്മുടെ തൊഴിലാളി സംഘടനയായ ബേക്കേഴ്സ് വർക്കേഴ്സ് ഫോറത്തിൽ നിന്ന് 2 ആപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി അവരുടെ വീട് നിശ്ചയതിന്റെ 2 ആപ്ലിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് ഒരു അക്കൗണ്ടിലാണ് ഈ ഒരു പൈസകൾ നമ്മൾ സ്വരൂപിക്കുന്നത്. എല്ലാ ജില്ലകളും പൈസ കളക്ട് ചെയ്തിട്ട് ഈ കോഴിക്കോട് ജില്ലയുടെ സീറോ ബാലൻസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഈ പൈസ വിടുന്നത്. അവിടുന്ന് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ടിലേക്ക് വന്നിട്ടാണ് അവിടുന്ന് നമ്മൾ ചെക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 2 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. അതില് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു മെമ്പർ തന്നെ പേരിപ്പെടുത്ത് പറയുന്നില്ല 2 വീട് കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാല് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചെവി കൊള്ളാതെ നമുക്ക് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മറുപടി തരാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കും. അപ്പൊ ഈ ഒരു നമ്മൾ എടുത്തു വെച്ച് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ വയനാടിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ എത്തിക്കാനായിട്ടുള്ള സംവിധാനങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് താല്പര്യമുള്ള എല്ലാവരോടും വളരെ താല്പര്യമെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ക്ഷണിച്ചു. താങ്ക് യു. ജീവിക്കണമെങ്കിൽ അതൊരു വലിയ ഹിമാലയൻ എനിക്ക് തോന്നുന്നു വയനാട്ടുകാർക്കറിയാം. വയനാട്ടിൽ പുറത്തുള്ള ആളുകൾക്ക് കേരളത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഇത്രയും മനുഷ്യർ വട്ടപൂജ്യമായി നിൽക്കുന്ന സാഹചര്യം കേരളത്തിൽ കുറ്റപ്പെട്ട ആളുകൾ, അതായത് കുടുംബത്തിലെ മുഴുവൻ ആളും നഷ്ടപ്പെട്ട ഓരോരുത്തരും അവർക്ക് അവർ മാത്രമേ ഉള്ളൂ. അവർ പ്രത്യേക മാനസികാവസ്ഥയിലാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഇതിനകത്ത് തിരിച്ചു പോയി കുട്ടികൾ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നിങ്ങനെ. അപ്പൊ ഈ വാർത്ത കണ്ട് ഞാൻ ചർച്ചയിൽ പോയപ്പോൾ വയനാട്ടിലെ ആളുകളുടെ അവസ്ഥ ഞാൻ 29-ാം തീയതി അവസാനം ചെയ്ത കച്ചവടത്തിന്റെ ബാലൻസ് അതാണ് ഒരു മനുഷ്യന്റെ സമ്പാദ്യം. ഇനി ആകെ പുള്ളിയുടെ കയ്യിലുള്ളത് 29-ാം തീയതിയുള്ള ഗൂഗിൾ പേയിൽ എന്താണോ ബാലൻസ്, ചിലപ്പോൾ 500 രൂപയാവും, ചിലപ്പോൾ 1000 രൂപ. അതാണ് ഒരു മനുഷ്യൻ വട്ടപൂജ്യമായി നിൽക്കുക എന്ന് പറഞ്ഞാണ് വയനാട്ടിലെ ഓരോ ആളുകളുടെ സാഹചര്യം ഇതുവരെ ഞാൻ നമ്മളിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം. ആ ഒരു സഹായമാണ്. എനിക്ക് ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെ കുറേ ആളുകൾ വീട് പോയാണ്. എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട മനുഷ്യൻ ഭൂമിയിൽ നിൽക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ്. ആ വീട്ടിൽ ഏറ്റവും വലിയ പ്രയാസം നമുക്ക് സാധാരണ പറയും, നമ്മുടെ വീട്ടിൽ പ്രശ്നം വന്നാൽ പുരുഷന്മാർ ധൈര്യത്തോടുകൂടി ആ കക്ഷികളെ ചേർത്ത് കൊടുക്കുന്ന പറയും. അപ്പം ഇത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വാർത്ത ഒരു കുടുംബത്തിന് സഹായമാണ്. വേറൊരാളും കൂടി ഉണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ വീട് പോയാണ്, വാഹനം പോയാണ്, ഓട്ടോറിക്ഷ പോയാണ്, കട പോയ ആ വാർത്ത കണ്ടപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പറയുന്നത് ആരെങ്കിലും കൊണ്ട് ഇത് കണ്ടെത്തി സഹായം വരുന്നതിൽ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഇന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. അനുഭവിക്കും സഹായം എല്ലാവരും നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നൽകാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും നൽകാൻ വേണ്ടി ജലീസ്ക, മക്ബൂൽക്ക, അതേപോലെ ബാക്കി മുഴുവൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ആപ്ലിക്കേഷൻ വന്നത് ഇവരുടെ